ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. മറയൂർ മഹാശിലായുഗത്തിൻ്റെ സ്മരണകളിരമ്പുന്ന നാട്. ദ്രാവിഡ തനിമയുടെ തോറ്റംപാട്ടുകൾ കാറ്റിലലിയുന്ന വീരഭൂമി. ഇവിടെ മലയാള തനിമയുടെ കർഷക പെരുമയുമായി ഒരാൾ, മറയൂരിലെ ഗോസായി. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ പൊത്താനിക്കാട് എന്ന കർഷക ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ എടക്കടവ് വന്ന ഈ സ്ഥലത്തേക്ക് വന്നത്. എൻ്റെ പേര് തമ്പി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും ബിസിനസ്സായിരുന്നു നാട്ടിൽ. അതിൽ ചെറിയ പരാജയം പറ്റിയപ്പോഴാണ് കാർഷിക മേഖലയിൽ കടക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും പിതാവും കുടുംബവും അനിയനും ഉൾപ്പെടെയുള്ള കുടുംബം മറയൂർ എന്ന സ്ഥലത്തേക്ക് 36 കൊല്ലം മുമ്പ് സ്ഥലം വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നത്. പക്ഷേ 18 കൊല്ലമായി ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട്. ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം പ്രകൃതിരമണീയമായ കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളൊന്നായ മറയൂർ മേഖലയിലെ കാലാവസ്ഥ, ഇവിടെ കൃഷി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യം, മറ്റ് ബാക്കി എല്ലാ സൗന്ദര്യവും മറ്റ് പ്രകൃതിയോടുള്ള സ്നേഹവും കൃഷി കൊണ്ടുള്ള സ്നേഹവും ഞാനൊരു കാർഷിക കുടുംബത്തിൽ നിന്നും വന്ന ആളായതുകൊണ്ടും ആണ് ഇവിടെ വരാൻ കാരണം. ഇവിടെ കൃഷി ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ മേഖല എന്ന് പറയുന്നത് കാന്തല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും നല്ല പ്രദേശങ്ങളിൽ ഒന്നാണ്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് കിഴക്കോട്ടൊഴുകുന്ന 3 ആറുകളിൽ പ്രധാനപ്പെട്ട ആറായ പാമ്പനാറിൻ്റെ തീരത്താണ് എൻ്റെ ഈ കൃഷിയിടം. അതുകൊണ്ട് ഈ കേരളത്തിൽ മുഴുവൻ വെള്ളം പറ്റിയാലും എനിക്ക് കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ഒരു ദിവസം പോലും വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അതാണ് എൻ്റെ കാർഷിക രഹസ്യവും. ജൈവസമ്പന്നവും പൗരാണികവുമായ ഈ ഭൂമിക്ക് ചില കുടിയേറ്റ ചരിത്രങ്ങളും പറയാനുണ്ട്. അതാകട്ടെ ഒരു കാർഷിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുമാണ്.
മലയാളികൾ മറയൂർ പ്രദേശത്തേക്ക് കുടിയേറിയത് ഏതാണ്ട് 1900-ൻ്റെ ആരംഭത്തിലാണ്. പാല, കോട്ടയം, തൊടുപുഴ, അറക്കുളം ആ ഭാഗത്തു നിന്നുമൊക്കെ ധാരാളം ആളുകൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തിൽ മറയൂർ പ്രദേശത്തേക്ക് കുടിയേറി. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കണ്ണൻദേവൻ കമ്പനി രൂപീകൃതമാവുകയും പൂഞ്ഞാർ രാജവംശവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ മൂന്നാർ പ്രദേശം മുഴുവനും തേയിലക്കൃഷിക്ക് വേണ്ടി അവർ പാട്ടത്തിനെടുക്കുകയും ചെയ്തു. അപ്പോൾ തേയിലക്കൃഷി പാട്ടത്തിന് കൊടുത്തതിന് ശേഷം മൂന്നാർ എന്ന് പറയുന്ന പ്രദേശം മുഴുവനും സഞ്ചാരികളുടെ ഒരു ഒഴുക്കിന് കാരണമാവുകയാണ്. 1930 കാലഘട്ടത്തിൽ പള്ളിവാസ ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമായി. അപ്പോഴേക്കും ആളുകളുടെ കുടിയേറ്റം ശക്തമായിരുന്നു. ആ സമയത്ത് മറയൂരിലേക്ക് വരാനുള്ള വഴികളൊക്കെ തീരെ അപര്യാപ്തമായിരുന്നു. വാണിജ്യ കേന്ദ്രമായ കോയമ്പത്തൂരിനെയും അതുപോലെ മൂന്നാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അന്നത്തെ ആദിവാസികൾ ഒരു കാനനപാത കാണിച്ചു കൊടുത്തു. അത് നടപ്പ് വഴിയായിട്ടും പിന്നെ ജീപ്പ് പോകുന്ന റോഡായിട്ടും മാറുകയും കാലാന്തരത്തിൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് അന്തർ സംസ്ഥാന പാതയായിട്ട് കോയമ്പത്തൂരിനെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉടുങ്ങൽപേട്ട വഴി ഉള്ള ഒരു അന്തർ സംസ്ഥാന പാതയായിട്ടും രൂപീകൃതമായി. അതിനുശേഷം 1945 രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു. 48 തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം കേരളത്തിൽ സ്ഥാപിതമായി. 1951 ഭാഷകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിച്ചപ്പോൾ ഇടുക്കി ജില്ലയിലെ പീരുമേട്, ദേവികുളം താലൂക്കുകൾ തമിഴ്നാടിന് വിട്ടുകൊടുക്കണമെന്ന് തമിഴ്നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കേരളത്തിലെ ഏറ്റവും നല്ല പ്രദേശമായ ഈ പീരുമേടും ദേവികുളവും വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടംതാണുപിള്ള ഗ്രോ മോർ ഫുഡ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം കൊടുക്കുകയും കൃഷി ചെയ്യാനുള്ള സ്ഥലവും പതിച്ചു നൽകുകയും ഉണ്ടായി. അങ്ങനെ ധാരാളം ആളുകളെ ഈ മറയൂർ പ്രദേശത്തേക്ക് കുടിയേറി പാർപ്പിച്ച് അവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഇവിടെ മലയാളികളുടെ ഒരു സാന്നിധ്യം ശക്തമാവുക. അഞ്ചുനാടിൻ്റെ ഭാഗമായ കാന്തല്ലൂർ പഞ്ചായത്തിലെ എടക്കടവ് പ്രദേശത്ത് പാമ്പാറിൻ്റെ തീരത്തെ മനോഹരമായ കൃഷിഭൂമിയാണ് ദൈവം തമ്പിച്ചായനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണാറപ്രായിൽ വീട് അനുഗ്രഹീതവുമാണ്. കൊടിയും കാപ്പിയും അടയ്ക്കയും ജാതിയും എല്ലാം ചേരുന്ന സമ്മിശ്ര കൃഷിരീതിയാണ് തമ്പിച്ചായൻ ഇവിടെ അനുവർത്തിക്കുന്നത്. കാന്തല്ലൂർ മേഖലയിലെ മറയൂർ മേഖലയിൽപ്പെട്ട ഏറ്റവും നല്ല മനോഹരമായ സ്ഥലമാണ് ഞാനിപ്പോൾ കൃഷിയിടമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ 3 പുഴയിൽ പ്രധാനപ്പെട്ട പുഴയായ പാമ്പനാറിൻ്റെ തീരത്താണ് എൻ്റെ കൃഷിസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തല്ലൂർ മറയൂർ മേഖലയിൽ ഏത് കൃഷിക്കാരനും ആവശ്യത്തിന് കൃഷിക്ക് ആവശ്യത്തിന് ജലം കിട്ടുന്നില്ലെങ്കിൽ തന്നെയും എനിക്ക് 365 ദിവസം സുലഭമായി വെള്ളം കിട്ടുന്നതുകൊണ്ട് എൻ്റെ കൃഷി വളരെ സമൃദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രധാന കാരണം അതിനകത്ത് ഒന്നാമത്തെ പറയാനുള്ളത്, ഇപ്പോൾ 28-30 കൊല്ലമായി കമ്പ് കൃഷി, അതുപോലെ തന്നെ തെങ്ങ്, കൊക്കോ കൃഷി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കാലാവധി ഏതാണ്ട് അവസാനിക്കാറായ ഒരു കാലഘട്ടമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജാതി കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ജാതി കൃഷിയാണ് ഇനി ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. ഈ നാടിൻ്റെ ജാതി കൃഷി വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം തമ്പിച്ചായൻ ഉത്തമനായ ഒരു ക്ഷീര കർഷകൻ കൂടിയാണ്. ഒരുപക്ഷേ കാന്തല്ലൂർ പ്രദേശത്തെ ഏറ്റവും വിപുലമായ പശു വളർത്തൽ കേന്ദ്രം ഇതായിരിക്കാം. ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം തന്നെ ഏകദേശം 1 വയസ്സ് കഴിഞ്ഞ കിടാരികളാണ്. ഇതിനെ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ഇതിനെല്ലാത്തിനെയും നമുക്ക് ചരം പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള വിഭാഗമാണ് ഈ ഇവിടെ നിൽക്കുന്നത്. ഇതിന് ശേഷം നിൽക്കുന്ന പശുക്കൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ 10-ാം മാസത്തിനു മുമ്പ് പ്രസവിച്ച് വരേണ്ട 9-10 മാസങ്ങളിൽ പ്രസവിച്ച് വരേണ്ട പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. എതിർവശത്ത് നിൽക്കുന്നത് എല്ലാം ഈ പശുക്കളിൽ നിന്നുണ്ടായ കിടാക്കളാണ്. ഇതിനെ എല്ലാം തന്നെ നമ്മൾ ഫാമിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളർന്ന് ഇതിൻ്റെ പാലെടുക്കാറായാൽ മാത്രമേ ഫാമിൻ്റേതായ ഒരു പശുക്കൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ള കിടാക്കളെല്ലാം പശുക്കളെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ പരീക്ഷണാർത്ഥം ഒരു എരുമ മുറ വർഗത്തിൽപ്പെട്ട ഒരു എരുമയെ വളർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെനയാണ്. ഇത് വിജയകരമാണെങ്കിൽ ഇത് വ്യാപകമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വൈദേശിക പാരമ്പര്യത്തിൽപ്പെട്ട
100-ൽ പരം പശുക്കളും അവയുടെ കിടാങ്ങളും ചേരുന്ന വൈവിധ്യമാർന്ന ഒരു ഗോശാലയാണ് ഇവിടെയുള്ളത്. ഈ ഫാമിലുള്ള പശുക്കളിൽ 5 പശു ഒഴിച്ച് ബാക്കി എല്ലാ പശുക്കളും പൂർണ്ണ ഗർഭിണികളാണ്. എന്ന് വെച്ചാൽ 10-ാം മാസം മുതൽ 1-ാം മാസം വരെ പ്രസവിക്കേണ്ട പശുക്കളാണ്. ഒപ്പം തന്നെ ഇതിന് പാലും കിട്ടുന്നുണ്ട്. ഈ പശുക്കൾ എന്ന് പറയുന്നത് ബഹുഭൂരിഷമുള്ള ഒരു പശു ഒഴിച്ച് ബാക്കി എല്ലാ പശുവും HF വർഗത്തിൽപ്പെട്ടാണ്. HF എന്ന് പറഞ്ഞാൽ ഹോളണ്ടിൽ നിന്ന് വന്ന പശുക്കളാണിത്. HF പശുക്കളെ സാധാരണ ഫാമുകളിൽ വളർത്തുന്നത് ഒരു ആവറേജ് ഒരു ലാക്ടേഷൻ പീരീഡിൽ 15 ലിറ്റർ വരെ പാല് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ജേഴ്സി പശുക്കൾ എന്ന് പറയുന്നത് ഏകദേശം 18 ലിറ്റർ വരെ പാല് കിട്ടുള്ളൂ. അതാണ് ജേഴ്സി പശുക്കളെ വളർത്താൻ ഫാമുകാർ താല്പര്യപ്പെടാതിരിക്കുന്നത്. പിന്നെ HF പശുക്കൾക്കുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ പാല് തരുന്നതോടൊപ്പം തന്നെ അടുത്ത ചെന പിടിക്കുന്നതിനുള്ള താമസം, 2 ഇതിൻ്റെ കുളമ്പിനുള്ള അസുഖങ്ങൾ, ഇതൊക്കെ HF പശുക്കൾക്ക് കൂടുതലാണ്. മറ്റ് ജേഴ്സി പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന പിടിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ കുറേ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഗുണമുണ്ട് ജേഴ്സി വർഗത്തിന്. പക്ഷേ എൻ്റെ പാല് കുറവ് തുറന്നുകൊണ്ട് പല ഫാമുകാരും വളർത്താൻ താല്പര്യപ്പെടുന്നില്ല. ഏറെ ശാസ്ത്രീയവും കൃത്യതയോടും കൂടിയാണ് ഗോശാലയ്ക്ക് അകവും പരിസരങ്ങളും സൂക്ഷിക്കുന്നത്. അണുബാധയും രോഗങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളും സദാ സന്നദ്ധം. ഈ ഫാമിൻ്റെ പ്രത്യേകത, സാധാരണ ഫാമുകൾ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ടെയിൽ ടു ടെയിലും ഫേസ് ടു ഫേസും. അത് ഈ ഫാം ഞങ്ങൾ അനുവർത്തിച്ചിരിക്കുന്നത് ഫേസ് ടു ഫേസ് ആണ്. ഫേസ് ടു ഫേസിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാണാൻ 2 സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് ഫാം ഒരു പരിധി വരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഈ ഫാമിൻ്റെ പ്രത്യേകത നടുക്ക് 8 അടി ഞങ്ങൾ സ്പേസ് ഇട്ടിട്ടുണ്ട്. ആ സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ വണ്ടിയിൽ അകത്ത് കൊണ്ടുവന്ന് ഫീഡ് ഇടാനോ മറ്റ് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സ്പേസ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പശുവിൻ്റെ പുൽത്തൊട്ടി എന്ന് പറയുന്നത് ഏതാണ്ട് 2 അടി വീതിയാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു പശുവിന് ആവശ്യമുള്ള തീറ്റ ഒറ്റയടിക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ വെള്ളം ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പശു കുടിക്കുന്നതനുസരിച്ച് വെള്ളം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ടാങ്കിൽ ഫ്ലോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. പുഴയോരത്ത് പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ഥലത്ത് നട്ട് നനച്ച് കൃഷി ചെയ്യുന്ന തീറ്റപ്പുൽത്തോട്ടമാണ് ഈ കാണുന്നത്. വിളഞ്ഞ പുല്ല് വെട്ടിയെടുത്ത് വൃത്തിയായി അരിഞ്ഞു തന്നെയാണ് കാലികൾക്ക് നൽകുന്നത്. കന്നാലിക്ക് തീറ്റ സാധാരണ ഞങ്ങൾ കൊടുക്കുന്നത് രാവിലെ 2:30 മണിക്കാണ് ആദ്യത്തെ കറവ തുടങ്ങുന്നത്. കറവ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരുമ്പോഴേക്കും കാലിത്തീറ്റ എന്ന് വെച്ചാൽ ഡ്രൈ ഫീഡ്. കാലിത്തീറ്റ ഞങ്ങൾ കൊടുക്കുന്ന SKMൻ്റെ ആണ്. SKMൻ്റെ ഡ്രൈ ഫീഡ് നനയ്ക്കാതെ തന്നെ അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉമിനീരും കൂടെ പെട്ടെന്ന് മിക്സ് ചെയ്ത് ദഹനം കൂടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുഴച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പശുക്കൾക്ക് പഴുത്ത് കൊടുക്കുമ്പോഴേക്കും കൂലിച്ചെലവ് ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് കറ വഴി വരുമ്പോഴേക്കും അത് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു രാവിലെ 6 മണി ആകുമ്പോഴേക്കും നമ്മൾ വൈക്കോല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സുലഭമായി കിട്ടുന്ന തരുവപ്പുല്ല് വാറ്റിയ വേസ്റ്റ് ചണ്ടി, ആ പുല്ലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു നേരം കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ 11 മണിയാകുമ്പോൾ പച്ചപ്പുല്ല് അരിഞ്ഞത് 2:30 വീണ്ടും കറക്കാൻ കയറ്റും. കറക്കാൻ കയറ്റി കഴിഞ്ഞാൽ കറവ കഴിഞ്ഞ് വരുമ്പോൾ അത് രാവിലത്തെ പോലെ തന്നെ SKMൻ്റെ ഫീഡാണ് ഞങ്ങൾ കൊടുക്കുന്നത്. SKMൻ്റെ ഫീഡ് കൊടുക്കും. ഫീഡ് കൊടുത്ത് രാത്രി അത് കഴിഞ്ഞ് കുറേ സമയം റെസ്റ്റിന് വിട്ടു കൊടുത്തിട്ട് 6:30 ആകുമ്പോഴേക്കും പച്ചപ്പുല്ല് വീണ്ടും അരിഞ്ഞത് കൊടുക്കും. അങ്ങനെ അതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ രീതി. ചുരത്തിയ പാൽ കറന്നെടുക്കാൻ പാർലറിന് മുമ്പിൽ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന പശുക്കൾ കൃത്യനിഷ്ഠയുടെ പര്യായങ്ങളാണ്. നവീന രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീർത്തും അണുവിമുക്തമായ രീതിയിലാണ് പാൽ കറക്കുന്നത്. ഇതാണ് പാല് കറക്കുന്ന പാർലർ.
ഇത് ജർമ്മൻ കമ്പനിയായ GAയുടെ മെഷീനറിയാണ് ഇതിനകത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഒരു സമയത്ത് 8 പശുക്കളെ കറക്കാവുന്ന രീതിയിലാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിദിനം ഏകദേശം 800 ലിറ്റർ പാൽ ലഭിക്കുന്ന ഈ ക്ഷീരകേന്ദ്രം ദൈവാശ്രയത്തിൽ സ്വയം സമർപ്പിച്ച ഒരു കർഷകൻ്റെ പ്രാർത്ഥനയാണ്. ഈ ഗോശാലയിലെ പാൽ മൊത്തമായും മിൽമ കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. കൃഷിക്കാവശ്യമായ ജൈവവളങ്ങളും പാചകവാതക നിർമ്മാണവുമെല്ലാം ഈ ഗോശാലയെ ആശ്രയിച്ചു തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ കർഷകന്റെ അധ്വാനം നമുക്കും നാടിനും പ്രേരണയാവുന്നതിൽ അത്ഭുതമില്ല. കാരണം ഈ വീടിനും ഗോശാലയ്ക്കും വേണ്ടുന്ന ഊർജസ്രോതസ് തന്നെ നാമൊക്കെ കണ്ടുപഠിക്കേണ്ട ചില രീതികൾ തമ്പിച്ചായൻ ഇവിടെ അനുവർത്തിക്കുന്നുണ്ട്. കറണ്ടിനെ സംബന്ധിച്ച് ഇവിടുന്ന് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് ഇവിടുന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെയായിരുന്നു കറണ്ട് എടുക്കാനുള്ള പോസ്റ്റും എൻ്റെ സൗകര്യങ്ങളും. അതും ഇങ്ങോട്ടൊക്കെ ലൈൻ വലിച്ച് വരുമ്പോൾ ഓട്ടില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ ഒറ്റയിരിഞ്ഞ വീടായതുകൊണ്ട് ആ കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യം കൊള്ളായപ്പോൾ ലൈറ്റ് ഒരു പ്രധാന ഘടകമായപ്പോഴാണ് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആദ്യമായിട്ട് 2 kV വാട്ടുള്ള ടർബൈൻ വെച്ചാണ് പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ ഒരു വിജയമായി തോന്നിയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആദ്യം കാണുന്നത് 15 kVയുടെ 3 ഫേസ് കണക്ഷനും തൊട്ട് അങ്ങാപ്പുറമുള്ളത് 7.5 kVയുടെ സിംഗിൾ ഫേസ് കണക്ഷനുള്ള 2 ജനറേറ്ററാണ് വർക്ക് ചെയ്യണത്. ഒരു സമയത്ത് ഏതെങ്കിലും ഒന്നാ വർക്ക് ചെയ്യുള്ളൂ. മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് വീട്ടാവശ്യത്തിനും പാർലറിലേക്കും അതുപോലെ തന്നെ കന്നാലി ഫാമിലേക്കും ആവശ്യത്തിന് കറണ്ട് ആവശ്യത്തിന് ഇപ്പോൾ ഈ 15 kVയുടെ വർക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ് കറണ്ട് എടുക്കുന്നത്. ഇതുകൊണ്ട് ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വീട്ടിലും മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇത് ഏതാണ്ട് 16 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ പുതിയ സെറ്റ് എടുത്തിട്ട് 3 കൊല്ലമായുള്ളൂ. 15 kVയുടെ 7.യുടെ 10 കൊല്ലമായിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രധാനം വെച്ചാൽ മുകളിലെ വീടിൻ്റെ അടുത്ത് കാണുന്ന ഏകദേശം 55 അടി നീളം 25 അടി വീതിയുള്ള ഒരു വലിയ ടാങ്ക് 18 അടി താഴ്ചയുള്ള വലിയ ടാങ്കിൽ പാമ്പനാറിൽ നിന്ന് വെള്ളം വന്ന് സ്റ്റോക്ക് ചെയ്തിട്ട് അതിൽ നിന്നും 4 ഇഞ്ച് പൈപ്പ് മുകളിൽ നിന്ന് വന്ന് അത് ഒരു ടാങ്കിൽ സ്റ്റോക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് 4 ഇഞ്ച് ജെറ്റ് വെച്ചാണ് ഇപ്പോൾ 15 kVയുടെ വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 7.5 ചെയ്യുന്നത് ആ ടാങ്കിൽ പ്രഷർ ടാങ്കിൽ നിന്ന് 4 ഇഞ്ച് വെള്ളം പൈപ്പ് കൊണ്ടുവന്നിട്ട് 2.5 ഇഞ്ച് ജെറ്റാക്കിയാണ് 7.5 വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി വീട്ടിലെ അടുക്കളയിലെ ഹീറ്ററും എല്ലാം കഴിഞ്ഞ് ബാക്കി കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇത് വെള്ളം ആവശ്യത്തിനുള്ള കർഷകർക്കെല്ലാം ഇതൊരു പ്രചോദനമാവട്ടെ. പാമ്പാറിലെ വെള്ളം ചാലുകീറി തൻ്റെ തൊടിയിലെത്തിച്ച് ഏകദേശം 18 അടി താഴ്ചയുള്ള കുളത്തെ ഒരു റിസർവോയറാക്കി പറമ്പിൻ ചെരുവിലെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി ടർബൈനിലെത്തിച്ച് തനിക്കും കൃഷിക്കും ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ കർഷകൻ പ്രകൃതി വിഭവങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ അറിയാവുന്ന മലയാളി തന്നെ. തേടിവന്ന അംഗീകാരങ്ങൾ ദൈവദാനമായി കരുതിക്കൊണ്ട് കുടുംബത്തോടൊപ്പം മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ കർഷകൻ നമുക്കും നാടിനും നേരറിവാകുന്നു. പോത്താനിക്കാട്ട് കർഷക കുടുംബമായ മണ്ണാറപ്പായൽ കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളിവിടെ ഇവിടെ ഉള്ളത് ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. അച്ചാച്ചൻ, അമ്മച്ചി, അനിയൻ്റെ ഭാര്യ,
മേഴ്സി, ഞാൻ ഭാര്യ, അങ്ങനെ ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഏരിയയിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കൂട്ടുകുടുംബത്തിൻ്റെ പ്രശസ്തി വളരെ കൂടുതലാണ്. ഒറ്റയ്ക്ക് ഒന്നിച്ച് ശക്തിയോടുകൂടി കൃഷിയിടത്ത് ഇറങ്ങുക, ബാക്ക് സപ്പോർട്ട് കിട്ടുക, ഇതൊക്കെ പരമമായി പറയാവുന്ന ഹൈ റേഞ്ചിൽ കയറി കൃഷി ചെയ്തതിന് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. 87 വയസ്സായ അച്ചാച്ചൻ, 85 വയസ്സായ അമ്മച്ചി, 60 കഴിഞ്ഞ ഞാൻ, എല്ലാം ഞങ്ങൾ ഇപ്പോഴും ഈ ആരോഗ്യത്തിലിരിക്കുന്ന ഒരു പക്ഷേ ഹൈ റേഞ്ചിലേക്ക് കയറി കൃഷി ചെയ്തതിൻ്റെ പ്രത്യേകതയായിരിക്കാം. ഒന്ന്, ഇവിടുത്തെ അധ്വാനം, നമ്മുടെ വ്യായാമത്തിന് ഫലം. 2, ഇവിടുത്തെ നല്ല ശുദ്ധമായ വായു, ശുദ്ധമായ ജലം. അതിനൊക്കെ പുറമെ ഞങ്ങളുടെ മായം ചേർക്കാത്ത ഞങ്ങളുടെ ഭക്ഷണം, അരി. എനിക്ക് തോന്നുന്നു മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നെൽകൃഷി ചെയ്യുന്ന വളരെ കുറച്ച് കർഷകരിൽ ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ അല്ല, മായം ചേരാത്ത ഭക്ഷണം, ഇതൊക്കെ ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂട്ടായ പ്രവർത്തനം. 2, കാലാവസ്ഥയുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യമില്ലാതെ കൃഷി മുന്നോട്ട് പോകാൻ ഉള്ള ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഞങ്ങളുടെ ഒരു ശക്തമായ പിന്തുണയാണ്. ദൈവത്തിൻ്റെ ശക്തമായ പിന്തുണയാണ് ഞങ്ങളെ ഈ രീതിയിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പാമ്പാറിൻ്റെ തീരത്തെ ഹരിതഭൂമിയെ ഏദൻ തോട്ടമാക്കാൻ ശ്രമിക്കുന്ന ഈ കർഷകനോടൊപ്പം നമുക്കും ചേരാം. ദൈവമഹത്വം പുലരട്ടെ.